Hello guys, welcome back to our channel. This is me with Mallu എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ നമ്മുടെ ഇസക്ക് പയ്യൻ അവനാണെങ്കിൽ ഒരു വിധത്തിൽ അവിടെ എത്തിയിരിക്കുകയാണ്. മാത്രമല്ല എക്സ്ട്രാ ആയിട്ടുണ്ടായിരുന്ന കുറച്ച് വില്ലന്മാരെ ഓരോ ബേസിലേക്ക് ഇപ്പൊ അവർ അയച്ചു കഴിഞ്ഞു. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഹോസ്പിറ്റലിൽ കാണിക്കും. അവിടെ ട്രൈബ് മാൻ നാക്കേക്കാണെങ്കിൽ ഇപ്പോഴും ബോധം തിരികെ കിട്ടിയിട്ടില്ല. ബോധം തിരികെ വന്ന അവനെ കൺട്രോൾ ചെയ്യാനായിട്ട് എല്ലാവരും ചുറ്റും അങ്ങനെ നിൽക്കുകയാണ്. അതുപോലെ തന്നെ സെൻട്രൽ ഹോസ്പിറ്റലിൽ ആ കുറോഗറി അവനെയും വില്ലന്മാർ വന്ന് മോചിപ്പിക്കാതിരിക്കാനായിട്ട് അവിടെ ടൈറ്റ് സെക്യൂരിറ്റി കൊടുത്തിരിക്കുകയാണ്. രക്ഷപ്പെട്ട് കഴിഞ്ഞ പ്രശ്നങ്ങളെല്ലാം കീഴ്മേലായിട്ട് മറിയും. മാത്രമല്ല ഇപ്പോ ടോബിയെ കാണിക്കും. അവനാണെങ്കിൽ മരിക്കാതെ വീണ്ടും ടോഡ്രോക്കിക്ക് നേരെ എഴുന്നേറ്റ് വരികയാണ്. ആൾക്കാരുടെ ആദ്യത്തെ വിജയമായിട്ട് അവർ ആഘോഷിച്ചതായിരുന്നു ഡോബിയുടെ മരണം. പക്ഷേ ഇപ്പൊ കാര്യങ്ങളെല്ലാം തെറ്റിയിരിക്കുകയാണ്. ടോഡ്രോക്കി ആണെങ്കിൽ അത്രയും നാളും കഷ്ടപ്പെട്ട് പഠിച്ചെടുത്ത സ്വായക്തമാക്കിയ ആ ഒരു പവർ പോലും ഇപ്പൊ ടോബി പഠിച്ചെടുത്തിരിക്കുകയാണ്. ഇതല്ലേ നീ എനിക്കെതിരെ ഉപയോഗിച്ച പവർ, എനിക്ക് വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ കഴിയുമെന്ന് പറഞ്ഞ് ഡോബി ആണെങ്കിൽ അടുത്തുണ്ടായിരുന്ന ഒരു സൂപ്പർ ഹീറോയെ അങ്ങനെ തല്ലിക്കൊന്ന് ടോഡ്രോക്കെ അറ്റാക്ക് ചെയ്യാൻ അവന്റെ അടുത്തേക്ക് വരും. അങ്ങനെ കട്ട് ചെയ്ത് ആ ഹുങ്ക വില്ലേജ് കാണിക്കും. അവിടെയാണെങ്കിൽ ആൽഫാർ 1 അവനാണെങ്കിൽ ഡോക്ടറിന്റെ സഹായത്താൽ ആ ഏരിയയുടെ ബ്ലഡ് ലൈൻ പവർ ഉപയോഗിച്ച് ഇപ്പോ അവന്റെ ബോഡി തന്നെ യങ്ങാക്കി മാറ്റിയിരിക്കുകയാണ്. സോ ചുറ്റുമുള്ളവർക്കാണെങ്കിൽ ഇനി അവനെ എങ്ങനെ നേരിടണം എന്നറിയില്ല. കാരണം അവനിപ്പോ പഴയതിനെ കഴിഞ്ഞ് ഒരുപാട് പവർഫുൾ ആണ്. അവനാണെങ്കിൽ ഇങ്ങനെ എങ്ങായി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായാലും പെട്ടെന്ന് തന്നെ മരിക്കും. പക്ഷെ അതിനു മുൻപ് നമ്മുടെ ആൾക്കാരെ എല്ലാവരും നശിപ്പിക്കാനാണ് അവൻ പ്ലാൻ ചെയ്യുന്നത്. ഇവിടെ ഹീറോ ആണെങ്കിൽ ഐലാൻഡ് അത് ലക്ഷ്യമായിട്ട് അങ്ങനെ പറന്നു പോകും. ഹീറോ ആണെങ്കിൽ ആ ഡോഗ പയ്യനെ തൂക്കിയെടുത്ത് ഇപ്പൊ അവിടുന്ന് അങ്ങനെ ഡൈവേർട്ട് ചെയ്ത് കഫീൻ നോക്കി അങ്ങനെ പാഞ്ഞു പോവും. അവനങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ 1 യൂസറിന്റെ ആ ഫസ്റ്റ് പെണ്ണ് അവളാണെങ്കിൽ എനിക്കെന്തോ ബാഡ് ഫീല് ചെയ്യുന്നുണ്ടെന്ന് പറയും. അതായത് FR1ന്റെ ക്വിക്സ് പവർ അതിപ്പോ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അവളത് പറയുന്ന അതേ സമയം തന്നെ സ്റ്റാർ സ്നൈപ്പേഴ്സിന്റെ ആ ജെറ്റ് അവിടേക്ക് വരികയാണ്. ആക്ച്വലി അവർക്ക് തിരികെ പോകാനായിട്ട് ഇൻസ്ട്രക്ഷൻ കിട്ടിയതാണ്. പക്ഷെ സ്റ്റാറിന്റെ മരണം അത് വെറുതെ ആവാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും ഇപ്പൊ നമ്മുടെ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുകയാണ്. അവർക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം ഇപ്പൊ ആൽമൈറ്റിന്റെ പവർ അത് ഹീറോയുടെ കയ്യിലാണ്. അവനെ കൊണ്ട് മാത്രമേ ആ ഒരു മെയിൻ വില്ലനെ തോൽപ്പിക്കാൻ കഴിയുമെന്ന്. സോ ഹീറോ ആണെങ്കിൽ വെബ് പോലത്തെ പവർ ഉപയോഗിച്ച് ഓരോ ജെറ്റിലും അങ്ങനെ പിടിച്ച് മുൻപോട്ടേക്ക് കുതിക്കും. ഹീറോ ആണെങ്കിൽ ആ ബേസിന്റെ തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞു. ആ സമയത്തായിരിക്കും ലെമിലിയൻ ഡബോറയെ ഡൈവേർട്ട് ചെയ്യാനായിട്ട് അവന്റെ നിതംബം കാണിച്ച് അവനെ ഡൈവേർട്ട് ചെയ്യുക. ആ ഗ്യാപ്പിൽ അവിടേക്ക് എത്തിയ ഹീറോ ആണെങ്കിൽ അവന്റെ മുഖത്ത് ആഞ്ഞു പഞ്ച് ചെയ്യും. ഹീറോയുടെ ആ ഒരു പഞ്ചില് ഡോമുറയുടെ ദേഹത്തുണ്ടായിരുന്ന കൈകളെല്ലാം തന്നെ തകർന്ന് താഴേക്ക് വീഴുകയാണ്. ഹീറോയ്ക്കാണെങ്കിൽ ആ പഞ്ച് കണ്ട് ഭയങ്കര അത്ഭുതം. ഡോർ ആണെങ്കിൽ ഓപ്പൺ ആയിട്ടിരിക്കുന്നത് കണ്ട ഡബോറയാണെങ്കിൽ ആ ഡോറിനടുത്തേക്ക് പാഞ്ഞടുക്കും. അടുത്ത നിമിഷം ആ ഡോറ് അങ്ങനെ ക്ലോസ് ആയി ഡബോറയാണെങ്കിൽ ആ ഡോറിൽ ആഞ്ഞടിച്ച് താഴേക്ക് വീഴും. ഹീറോ ആണെങ്കിൽ അവരോട് എല്ലാവരോടും സോറി പറയും. ഐ എം സോറി, ഞാൻ ഇവിടേക്ക് എത്താൻ ഒരല്പം വൈകിപ്പോയി. അപ്പോഴായിരിക്കും കച്ചാപ്പയ്യന്റെ അവസ്ഥ അതവൻ കാണുക. ഹീറോ ആണെങ്കിൽ ഒരു സെക്കൻഡ് ആ അവസ്ഥ കണ്ട് ഷോക്കായി പോവും. കച്ചാപ്പയ്യൻ മാത്രമല്ല ഒരുപാട് പേര് പരിക്ക് പറ്റി അങ്ങനെ കിടക്കുകയാണ്. ഡബോറയാണെങ്കിൽ വീണ്ടും ഹീറോയെ ട്രിഗർ ചെയ്യാണ്. നീ ലേറ്റായി വന്നതുകൊണ്ടാണ് നിന്റെ ഫ്രണ്ട്സിനെല്ലാം ഈ ഗതിയായത്. അടുത്ത നിമിഷം ഹീറോ ആണെങ്കിൽ ഫുൾ കലിപ്പിൽ അവന്റെ ഫുൾ പവർ അങ്ങനെ റിലീസ് ചെയ്യാണ്. ലെമിലിയൻ ആണെങ്കിൽ അവനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും. എനിക്ക് നന്നായിട്ട് അറിയാം. അതിന് ലെമിനിയൻ പറയും, എനിക്ക് നന്നായിട്ട് അറിയാം, നീ അറിഞ്ഞുകൊണ്ടല്ല, ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ടാണ് നീ താമസിച്ച് ഇവിടേക്ക് എത്തിയതെന്ന്. അതോർത്ത് നീ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. നീ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് പോലെ കച്ചാപ്പയ്യൻ അവൻ മരിച്ചിട്ടില്ല. ഹെഡ് ഷോട്ട് അവനെ രക്ഷപ്പെടുത്താനാണ് ശ്രമിക്കുന്നതെന്ന് പറയും. അപ്പൊ ക്യാമറ അങ്ങനെ സൂം ചെയ്ത് ഷോട്ടിനെ കാണിക്കും. അവൻ CPR കൊടുത്ത് എങ്ങനെയെങ്കിലും അവനെ രക്ഷിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ ഇവിടെ ഒരു കാരണവശാലും തോൽക്കാനായിട്ട് പോകുന്നില്ല എന്ന് അവൻ അങ്ങനെ തീർത്തു പറയും. അത് കേട്ട് ഡബോറ പറയും, ഓ നീ അവന് കൂടുതൽ കോൺഫിഡൻസ് കൊടുക്കുകയാണോ? നീ എത്രയൊക്കെ കോൺഫിഡൻസ് കൊടുത്തിട്ടും യാതൊരു കാര്യമില്ല, നിങ്ങൾ തോൽക്കുക തന്നെ ചെയ്യും. ഇസുക്കാണെങ്കിൽ ആൽമൈറ്റിനെയും സ്റ്റാർ ആൻഡ് സ്നൈപ്പിനെയും ഒക്കെ തന്നെ ആലോചിക്കും. അവരെല്ലാവരും വിശ്വാസം അർപ്പിച്ചത് നമ്മുടെ ഹീറോയിലാണ്. കൺട്രോൾ വീണ്ടെടുക്കും. ഐ എം സോറി, ഞാനൊരല്പം അൺകൺട്രോൾഡ് ആയി പോയി, നീ എന്നോട് ക്ഷമിക്കണം ലെമിനി എന്ന് പറയും. അതിന് ലെമിനിയും പറയും, ഇപ്പൊ നീ എന്നോട് ക്ഷമയല്ല ചോദിക്കേണ്ടത്, ആദ്യം നീ ആ ഡബോറയെ അവന് തകർക്കണം, അതിനുശേഷം നീ എന്റെ അടുത്തേക്ക് വരണമെന്ന് പറയും. അത് കേട്ട് ഹീറോ ആണെങ്കിൽ ഡബോറയെ തകർക്കാൻ തയ്യാറാവുകയാണ്. ഇവിടെ ആൽഫാർ 1 ആണെങ്കിൽ ഡബോറയുടെ ഇന്നർ മൈൻഡിൽ ഡബോറെ അങ്ങനെ ലോക്ക് ചെയ്ത് പിടിച്ചിരിക്കുകയാണ്. ഇവിടെ നാമന ഷിമുറയാണെങ്കിൽ ഇപ്പോ ഡബോറയുടെ ബോഡിയിൽ ഒരു ഫേസ് കാണും. അവളാണെങ്കിൽ ഹീറോ ഇസക്കിന് അത് ചൂണ്ടി കാണിച്ചു കൊടുക്കും. അടുത്ത നിമിഷം അവനങ്ങനെ മുകളിലേക്ക് ചാടുകയാണ്. ആ ഫോഴ്സിൽ കഫീൻ ആണെങ്കിൽ താഴേക്ക് പോകും. ഹീറോ ആണെങ്കിൽ അവനെ പഞ്ച് ചെയ്യാൻ ക്ലോസ് എത്തേണ്ട താമസം ആൽഫാർ 1 ആണെങ്കിൽ അവനെ തിരികെ പഞ്ച് ചെയ്യാണ്. ഉടനെ ഹീറോ അവന്റെ ആ ബ്ലാക്ക് വെബ് ചെയിൻ പവർ അതുപയോഗിച്ച് ആൽഫാർ 1നെ ലോക്ക് ചെയ്യും. അടുത്ത നിമിഷം ഹീറോ ആണെങ്കിൽ കുടോടെ അറ്റാക്കിംഗ് പവർ അതുപയോഗിച്ച് അറ്റാക്ക് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത കുടോ ആണെങ്കിൽ ഇപ്പൊ നമ്മുടെ ഹീറോയിനോട് പറയും, നീ ആ ഒരു പവർ അത് ഉപയോഗിക്കേണ്ട സമയമായി. 5 മിനിറ്റ് മാത്രമേ ആ പവർ നിനക്കൊണ്ട് ഉപയോഗിക്കാനായിട്ട് കഴിയൂ. ഒരു പവർ ഉപയോഗിച്ച് നീ അവനെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായാലും നമുക്ക് ഈ ഒരു ബാറ്റിൽ ജയിക്കാനായിട്ട് കഴിയും. അതിന് ഹീറോ പറയും, 5 മിനിറ്റ് എനിക്ക് ധാരാളമാണ്. അടുത്ത നിമിഷം അവൻ അവന്റെ ട്രാൻസ്ഫർമേഷനിലേക്ക് പോയി
ലൂഫിയെ പോലെ ഫസ്റ്റ് ഗിയർ എടുത്ത് ആഞ്ഞൊരട്ടി. ആ ഒരു അടിയിൽ തന്നെ ഡബോറ ആണെങ്കിൽ തെറിച്ചു പോവാണ്. അതിനുശേഷം മിന്നായം പോലെ അടുത്ത സെക്കൻഡ് ഗിയറിലേക്ക് പോയി വീണ്ടും ഒരടി. ആ ഒരു അടിയിൽ പഞ്ച് ഫസ്റ്റ് വരും, സെക്കൻഡ് ആയിരിക്കും ആ പഞ്ചിന്റെ വോയിസ് പോലും ഡെലിവർ ആവുക. അവർ ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു ബോക്സ് പോലും ഹീറോയുടെ പഞ്ചിന്റെ എഫക്റ്റിൽ താഴേക്ക് അടിച്ചു വീഴും. എമിനിയൻ അടക്കം അവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും ഹീറോയുടെ ആ ഒരു പഞ്ച് അത് കണ്ട് ഒരു സെക്കൻഡ് ഫ്രീസ് ആവും. പഞ്ച് കിട്ടിയ ഡബോറയാണെങ്കിൽ ഒരു സെക്കൻഡ് ഫ്രീസ് ആയി പോവും. കാരണം ഹീറോയുടെ പഴയ പവർ അത് എക്സ്പെക്ട് ചെയ്താണ് അവൻ നിന്നത്. പക്ഷേ ഇപ്പൊ ഹീറോയുടെ പവർ സ്ട്രെങ്ത് കൂടിയിരിക്കുകയാണ്. അവൻ ഏതെങ്കിലും ഒരു സാധനത്തിൽ ടച്ച് ചെയ്താൽ അതിന്റെ പോലും സ്പീഡ് ഇപ്പൊ ഇരട്ടി ആയിക്കൊണ്ടിരിക്കുകയാണ്. സിഗുപ്പയനാണെങ്കിൽ ഓരോ ഭാഗത്തേക്ക് പോയി ട്രാൻസ്ഫർമേഷൻ പവർ ഉപയോഗിച്ച് ആഞ്ഞടിക്കുകയാണ്. കുഡോ പോലും ഈ ഒരു പവർ ഇത്രയും വലിയ ലെവലിലേക്ക് കൊണ്ടുപോയിട്ടില്ല. മാത്രമല്ല ആൽമൈറ്റ് ആണെങ്കിൽ 100 പവർ ലിമിറ്റ് വെച്ചാണ് അവന്റെ പവർ ലെവല് ഇതിനു മുൻപ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഹീറോ ആണെങ്കിൽ ഇപ്പോ 120 ലെവലിലേക്ക് എത്തിച്ച് അത് ഉപയോഗിച്ച് ഫൈറ്റ് ചെയ്യുകയാണ്. ഹീറോ ആണെങ്കിൽ റെഡ് റൈഡ് സ്മാഷ് എന്ന് പറഞ്ഞ് ഒരൊറ്റ അടി വെച്ച് കൊടുക്കും. ആ സമയത്ത് 1 ഫോർ ആൾ ഫസ്റ്റ് യൂസർ 1 ഫോർ 1 പറയും, ഇന്നത്തുകൊണ്ട് ഇത് നമ്മൾ അവസാനിപ്പിക്കുകയാണ്, ഇനി ഇത്രയും വലിയൊരു ഫൈറ്റ് ഉണ്ടാവില്ല. കാരണം ഡബോറയ്ക്കുള്ളിൽ ആൽഫാർ 1 തോൽപ്പിക്കാൻ കഴിയുകയാണെങ്കിൽ ഉറപ്പായാലും പൂർണ്ണമായിട്ട് അവനെ ഇല്ലാതാക്കാൻ കഴിയുമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. കട്ട് ചെയ്ത ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കിൽ കുഡോ ആണെങ്കിൽ ഓൾറെഡി ആൽഫാർ 1 ഫൈറ്റ് ചെയ്തതാണ്. പക്ഷെ ആൽഫാർ 1 അവനെ തൂക്കിയെടുത്തെറിഞ്ഞു. ഇതൊക്കെയാണെങ്കിൽ ഏതെങ്കിലും ഒരു കമ്മോഡിറ്റി ടച്ച് ചെയ്ത് അതിന്റെ സ്പീഡും പവറും കൂട്ടാനായിട്ട് കഴിയും. പക്ഷെ വലിയ വലിയ വസ്തുക്കൾ അവനെ കൊണ്ട് ടച്ച് ചെയ്യാനോ സ്പീഡ് കൂട്ടാനോ കഴിയില്ലായിരുന്നു. കുഡോ ആണെങ്കിൽ വലിയൊരു കമ്മോഡിറ്റി ഉപയോഗിച്ച് അവനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന അതേ സമയം തന്നെ ആൽഫാർ 1 ആണെങ്കിൽ അവനെ തട്ടിത്തെറിപ്പിക്കും. കട്ട് ചെയ്ത പ്രസന്റില് കുഡോയുടെ അടക്കം ഒരുപാട് പേരുടെ പ്രതീക്ഷകൾ അതിനെ ഉയർത്തിക്കൊണ്ട് ഹീറോ ആണെങ്കിൽ വലിയ പവർ ഉപയോഗിച്ച് ആൽഫാർ 1 ആഞ്ഞടിച്ച് തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഇസ് കട്ടിച്ച അടിയിൽ ഡബോറയുടെ പാതി ജീവൻ തന്നെ നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. താഴെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഷോക്കാവും. നിങ്ങൾ അവിടെ എന്താ ചെയ്യണേ? എന്റെ ഓരോ പഞ്ചിലും കിടുങ്ങി വിറയ്ക്കുന്നത് താഴെയുള്ള ആൾക്കാരാണെന്ന് പറയും. റേസർ ഹെഡ് ആണെങ്കിൽ ഹീറോയുടെ പവർ കണ്ട് അമ്പരക്കും. ഇതിനു മുൻപ് ആ ഒരു പവർ യൂസ് ചെയ്ത ആൾക്ക് പോലും വലിയ വലിയ കമ്മോഡിറ്റീസ് അത് ഉയർത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഓരോരുത്തരിലൂടെ ആ ഒരു പവർ അതങ്ങനെ കടന്നു പോയിക്കൊണ്ടേയിരിക്കുമ്പോൾ പവറിന്റെയും ശക്തിയും എല്ലാം തന്നെ ഇൻവോൾവ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. ണെങ്കിൽ അവന്റെ കമ്മോഡിറ്റീസ് മാത്രമല്ല അവന്റെ സെൽസ് പോലും ഇപ്പൊ ആ പവർ വെച്ച് മൂവ് ചെയ്യിക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഗ്യാപ്പ് കൊടുക്കാതെ ഹീറോ ആണെങ്കിൽ അവനെ അടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഹീറോയ്ക്കാണെങ്കിൽ ഇപ്പൊ പഴയ അത്ര ഫോഴ്സിൽ അടിക്കാൻ കഴിയുന്നില്ല. കാരണം പവർ അത് അവൻ കാലിൽ സ്റ്റോർ ചെയ്ത് വെച്ചാണ് ലാസ്റ്റ് ടൈം ഡബോറയെ അറ്റാക്ക് ചെയ്തത്. ഡബോറയ്ക്കാണെങ്കിൽ ഇപ്പോ ഹീറോ ഏതൊക്കെ സൈഡിൽ നിന്ന് ഏതൊക്കെ ആംഗിളിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് പഞ്ച് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഡബോറയാണെങ്കിൽ ഹീറോയുടെ അടുത്ത മൂവ്മെന്റ് കറക്റ്റായിട്ട് മനസ്സിലാക്കും. പക്ഷേ അവൻ ക്ലോസ് എത്തുന്ന താമസം ഹീറോ ആണെങ്കിൽ ഗിയർ ഡൗൺ ചെയ്ത് സ്പീഡ് കുറയ്ക്കുകയാണ്. അവൻ അത് കണ്ട് അത്ഭുതപ്പെടും. അവൻ അടിച്ചു നിൽക്കുന്ന ആ ഗ്യാപ്പിൽ ഹീറോ ആണെങ്കിൽ അവിടെ ആ സ്മോക്ക് അതങ്ങനെ സ്പ്രെഡ് ചെയ്ത് മുകളിലേക്ക് ഉയരുകയാണ്. ഇപ്പൊ ഡേഞ്ചർ സെൻസ് ചെയ്ത് ആ സ്മോക്ക് യൂസ് ചെയ്ത് വെബ് ഉപയോഗിച്ച് പലതും ചെയ്യാൻ കഴിയുന്നുണ്ട്. വെബ് ഉപയോഗിച്ച് ആ ഡബോറയെ തന്നെ അങ്ങനെ കഴുത്തിൽ തൂക്കി എടുത്തിരിക്കുകയാണ്. എല്ലാവരുടെ ആഗ്രഹം അത് തന്നെയാണ്. 1 ഫോർ ആൾ യൂസേഴ്സിന്റെ മുഴുവൻ പവർ ഉപയോഗിച്ച് ഹീറോ ഡബോറയെ തകർക്കണം. ഹീറോ ആണെങ്കിൽ അതിന് തയ്യാറായി കഴിഞ്ഞു. അവനൊരു സെക്കൻഡ് കച്ചപ്പയ്യനെ നോക്കും. ഇതുപോലെ ഇനി ആരോടും നീ ചെയ്യാൻ പാടില്ല, ഞാൻ നിനക്ക് തരുന്ന വലിയൊരു പാഠമാണെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഇപ്പോൾ വില്ലിനെ അടിക്കാനായിട്ട് അങ്ങനെ മുകളിലേക്ക് ഉയരുകയാണ്. ഡബോറയും ഹീറോയും രണ്ടുപേരും പരസ്പരം പഞ്ച് ചെയ്യാനായിട്ട് അങ്ങനെ പാഞ്ഞടുക്കുകയാണ്. ക്ലോസ് എത്തുന്ന താമസം ഹീറോ അവന്റെ വയറ്റിൽ തന്നെ ആഞ്ഞു പഞ്ച് ചെയ്യും. ആ ഒരു പഞ്ചില് അവന്റെ വയറ് തകർന്ന് എമിനിയൻ പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ ഡബോറയുടെ വയറ്റിൽ 1 ഫോർ ആളിനെ ഇപ്പൊ ഹീറോ കാണുകയാണ്. അവനെ വിടാൻ പാടില്ല, ഇതാണ് പറ്റിയ അവസരം, അവനെ കൊല്ലണമെന്ന് എല്ലാവരും വിളിച്ചു പറയും. ഡബോറയാണെങ്കിൽ ദേഷ്യപ്പെട്ട് ഹീറോയോട് പറയും, ഇതൊരു ഫെയർ ആയിട്ടുള്ള ഗെയിമോ ഫൈറ്റോ അല്ല. കാരണം എന്റെ ഒരു ക്വിക്സ് പവർ പോലും എനിക്ക് ഉപയോഗിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. എന്റെ സ്ട്രെങ്ത് ഉപയോഗിച്ചാണ് ഇത്രയും നേരവും ഞാൻ നീയുമായിട്ട് ഫൈറ്റ് ചെയ്തത്. ആ എറേസർ ഹെഡും ഐസവ മാസ്റ്ററും അവരെല്ലാവരും ചേർന്ന് എന്റെ പവറിനെ എറേസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് എനിക്ക് എന്റെ ക്വിക്സ് പവർ ഉപയോഗിക്കാൻ കഴിയാത്തത്. ഡബോറ അത് പറയുമ്പോൾ തന്നെ അവന്റെ വയറ്റിന്റെ ഉള്ളിൽ നിന്ന് എന്തോന്ന് പുറത്തേക്ക് വരികയാണ്. ആൽഫാർ 1 ആണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല, നിങ്ങളെ കൊണ്ട് ജയിക്കാൻ കഴിയില്ല. അപ്പോൾ ഓരോരോ ബാറ്റിൽ ഫീൽഡായിട്ട് അങ്ങനെ കാണിക്കും. അവിടെ എല്ലാം തന്നെ തകർന്ന് കിടക്കുകയാണ്. ആ ലെമിനിയൻ ആണെങ്കിൽ അവന്റെ കയ്യിൽ കിട്ടുന്നവരെല്ലാവരെയും തട്ടിക്കൊല്ലും.